നിക്കടെ അവിടെ. ഇങ്ങനെ ധൃതി പിടിച്ച് നീ എങ്ങോട്ടാ? നീ എപ്പോഴാ ജയിലിൽ നിന്ന് പുറത്തു വന്നേ? എന്നെ വിട്, എനിക്ക് പോണം. എനിക്ക് കുറെ ജോലിയുണ്ട്. ദയവേത് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഞാൻ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് പോയാലോ? അത് ശരിയാണോ? സത്യം പറ, നിനക്ക് എന്താ വേണ്ട ഇപ്പൊ? നിന്റെ കാശ് വേണം. ഇല്ല, എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. അതെന്റെ പൈസയല്ല. എന്നെ വിട്. വിടാൻ എന്നെ വിടാനല്ലേ പറഞ്ഞത്? പറയുന്നേക്ക് വിട്. മുന്ന വിടാൻ എന്നെ വിടാനാ പറഞ്ഞത്. എന്നോടാണോടി നിന്റെ കളി? ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ നീ? ഇങ്ങനെ എത്ര നാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നു? പറയാൻ നീ നന്നാവില്ലേ? നീ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ? ഇങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ കാര്യം നീ മറന്നു കാണുമല്ലോ. ഭാര്യ എന്നുള്ള അർത്ഥം എന്താന്ന് നിനക്കറിയോ? നിന്നെ കുറിച്ച് ഓർക്കുമ്പോ വെറുപ്പ എനിക്ക്. ഒരു കാലത്ത് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് സത്യം. നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു. അങ്ങനെ നിന്നെ കല്യാണവും കഴിച്ചു. പക്ഷെ നീ വെറും ഒരു വൃത്തികെട്ടവന്. കണ്ടടന്നിറങ്ങുന്നു. മാറി നിക്കടാ. ശരി ശരി, നീ പൊയ്ക്കോ. എനിക്ക് അടുത്ത ആഴ്ച ഒരു 30,000 രൂപ വേണം. നീ വേണോ അത് ശരിയാക്കി തരാൻ? എന്ത് 30,000? അത്രയും പണത്തിന് എവിടെ പോനാ? ജോലി ചെയ്യുന്ന വീട്ടിൽ മോഷ്ടിക്കണോ ഞാൻ? ഇല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കണോ? അല്ലെ ഏതെങ്കിലും അവനെ കൊന്നിട്ട് 30,000 കൊണ്ടുവരണോ? അതൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ. പക്ഷെ എനിക്ക് കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. എവിടെങ്കിലും പോയി ചാവും. എന്നെ ഉപദ്രവിക്കരുത്, എന്റെ സ്വഭാവം മാറും. എവിടെങ്കിലും പോ. ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ കാശ് എനിക്ക് വേണം. വിടടാ. പോയിട്ട് കുറേ നേരം ആയല്ലോ. ഇവളെന്താ ഇതുവരെ വരാത്തെ? ഇതുവരെ ഇത്ര വൈകിട്ടേ ഇല്ലല്ലോ. അല്ല, നീ എന്താ വരാൻ ഇത്ര ലേറ്റായേ? ഞാൻ ഒരുപാട് വിഷമിച്ചു അറിയോ? അതുമല്ല, ഇപ്പൊ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ അമ്മ ആവശ്യമില്ലാതെ പേടിക്കുന്നേ? ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷനായല്ലേ പിന്നെ എന്തെങ്കിലും അസുഖം വരും. അമ്മേ, ഞാന് അമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക? അതായത് അച്ഛനോട് പറഞ്ഞ് എന്റെ ശമ്പളം ഒന്ന് നേരത്തെ എടുത്തു തരാൻ പറ്റുമോ ചോദിക്കാവോ? എനിക്ക് വേണം. ശമ്പളമോ? നീയല്ലേ അച്ഛനോട് നിന്റെ ശമ്പളം അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞത്? പിന്നെന്താ? എനിക്കിപ്പോ അർജന്റായിട്ട് കുറച്ച് പണം വേണം. കിട്ടുവോ? തീർച്ചയായും കിട്ടും മോളെ. അതുപോട്ടെ, നിനക്ക് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാ ചിന്തയല്ലേ? ഒരുപക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അച്ഛനെ നീ തന്നെ നല്ലോണം നോക്കിക്കോണം. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കരുത്. നിങ്ങൾക്കൊന്നും ആവില്ലമ്മേ. അങ്ങനെ ആകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലമ്മേ. സംഭവിക്കാൻ ഞാൻ വീടില്ല. നിങ്ങൾ രണ്ടുമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല എനിക്ക്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ശരി ശരി, നീ കരയാതിരിക്കെ. ഒന്ന് സമാധാനിക്ക് മോളെ. ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് സമാധാനിക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല, ഭയപ്പെടാതിരിക്കെ. ഇന്ന് നിനക്ക് എന്താ പറ്റിയത്?